ഹായ് പറഞ്ഞത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോ എന്നെ കൊണ്ട് സുഖമാണോ എല്ലാവർക്കും? ഞാൻ ഇപ്പൊ നാട്ടിലാണുള്ളത്, എന്റെ വീട്ടില്. ഇവിടെ എന്റെ അപ്പച്ചനുണ്ട്, എന്റെ അമ്മച്ചിയുണ്ട്. അപ്പോ ചെറിയ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചു. വീട്ടിലെ കുറച്ച് വീഡിയോസും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ചൂടാണ്, ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ്, കൂടുതലാണ്. അപ്പൊ കുറച്ച് വീഡിയോസ് ലൈക്ക് അപ്പച്ചൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടെ കുറെ ചെറിയ ചെറിയ വർക്കൊക്കെയാണ്. അപ്പച്ചൻ കാല് വയ്യെങ്കിലും ഇറങ്ങി പണിയെടുത്തോളൂ. അപ്പോ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇവിടെ അപ്പച്ചൻ പണിയെടുത്തോണ്ടിരിക്കുക. കുറച്ച് ചെടിയൊക്കെ ഉണ്ട്, ചേമ്പ്, കാച്ചില്, കുറെ ചെടികള്. അതെന്താന്ന് വെച്ചാൽ വളമാണ് കേട്ടോ. ഇവിടെ വളം ഇരിപ്പുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ എല്ലാം ഓരോ കൃഷികളാണ്. ഇതെന്താ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട് ഓൾറെഡി പൂ കിളിച്ച് പൂ ആയിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. ഞാനിങ്ങനെ വീടിന്റെ ചുറ്റോളമൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ്. ബാക്കിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെ കോഴിയുണ്ട് 2-3 എണ്ണം. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ. പിന്നെ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ഏതാണ്ടൊക്കെ ഉണ്ട്. താഴെ ഒന്നും കണ്ടില്ലേ? കോഴി കണ്ടില്ലേ? കോഴി കാണാം. ഇവൻ കുത്തും കേട്ടോ, ഇവൻ കുത്തും, പണി തരും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ പ്രശ്നമാണ് ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ. കണ്ടില്ലേ ചെടികൾ? കണ്ടില്ലേ? നമുക്ക് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ആത്തക്ക നിൽപ്പുണ്ട്. ആത്തക്ക എന്ത് ചെയ്യും ഇവിടെ? അവിടെ പോയി. അതുകൊണ്ട് കൈ അവിടെ ആത്തക്ക ഇങ്ങനെയുണ്ടോ? അപ്പം അതൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കൃഷിയിടം. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട് കൊള്ളാമോ? രസമില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ കാണിച്ചു തരാനുള്ളത്. പിന്നെ ഇന്ന് ചിലപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോകും. ബിക്കോസ് അമ്മ വീട്ടിൽ പോകുന്നുണ്ട്. അമ്മ വീട്ടിൽ പോകുമ്പോൾ അമ്മ വീട്ടിൻ്റെ അവിടുത്തെയും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണിക്കാം. നാളെ ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. സോ അവിടുത്തെയും കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം. സോ ഞാനിപ്പോൾ വന്നിട്ടൊരു 2-3 days ആയി. പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. ബിക്കോസ് പോകാനൊന്നും അത്രയും വലിയ താല്പര്യമൊന്നുമില്ല. ഇതാണ് കണ്ടോ, പുറത്തൊന്നും വിടത്തില്ല, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയേക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പുറത്തു പോകും. അപ്പോൾ അമ്മ വീട്ടിൽ വരെ പോകണം. അമ്മ വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട് അവിടെ. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ ചെന്നിട്ട് മിക്കവാറും നാളെ വൈകുന്നേരം ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അതേപോലെ കഴിഞ്ഞ് ഞാനിവിടെ ചെറിയ ജോബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ചിലപ്പോൾ വരും. സോ സീ യു ഇൻ നെക്സ്റ്റ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. കുറച്ച് പണിയുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. ഞാൻ എൻ്റെ റൂം ഇത് എൻ്റെ റൂം മേളിൽ. താഴെ അപ്പച്ചനും അമ്മച്ചും താഴെ കിടക്കുന്നത്. കാലും വയ്യ, കയ്യും വയ്യ, അതുകൊണ്ട് അവർ താഴെ കിടക്കുന്നത്. TV റൂമുണ്ട്. വീട്ടിനകമൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല ഗൈസ്. കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ബിക്കോസ് ഈ വീട് പണിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി മതി? 18 വർഷമായി. അതായത് എൻ്റെ എത്രാമത്തെ? 13ാമത്തെ വയസ്സിലോ? അല്ലല്ല, 11 വയസ്സിലല്ലേ പണി സ്റ്റാർട്ടായത്. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് പണി സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ പണിയെല്ലാം തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ലൈക്ക് പെയിന്റ് കഴിഞ്ഞു. പെയിന്റ് അടിയും കാര്യങ്ങളെല്ലാം ലൈക്ക് മെസ്സായിട്ട് കിടക്കുവാണ് വീടിൻ്റെ. അപ്പോൾ കുറേ പണി കിടപ്പുണ്ട് വീട്ടിൽ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് തീർക്കണം. കുറേ അപ്ഡേറ്റ്സ് ഉണ്ട് വീട്ടിലേക്ക്. അതേപോലെ ഇതൊക്കെയാണ് കാണിച്ചത് നാളെ. എന്താ പറ്റാ വളം ഇടുമായിരുന്നു അവിടെ ഒക്കെ. എനിക്കിതൊന്നും അറിയാത്തോണ്ടല്ല, ഞാൻ ഇതൊന്നും ചെയ്യാത്തതാണ്. ചെയ്ത് ശരിയാവത്തില്ല, അതുകൊണ്ടാണ് അപ്പച്ചന് തന്നെ ചെയ്തത്. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ള. ചീരയൊക്കെ നിൽപ്പുണ്ട്. ഇതിന്റെ ചോട്ടിൽ നിൽക്കാറില്ല ഞങ്ങള്. ബിക്കോസ് ഈ തെങ്ങ് പണി തരും. എപ്പോഴാ ഏതാ വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, ഇതൊക്കെ ഞാൻ പിടിപ്പിച്ച കേട്ടോ. ഇതൊക്കെ ഞാൻ വെച്ചിട്ട് പോയതാ, പണ്ടങ്ങാണ്ട് വെച്ചതാ. പിന്നെ അമ്മച്ചിയാണ് നോക്കുന്നത്. അമ്മച്ചി അപ്പച്ചനും കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊള്ളാവോ? രസമില്ല എല്ലാം.
ആണ്. പിന്നെ ഇതെല്ലാം വെട്ടിക്കളഞ്ഞു. ഇത് നല്ല രസമാണ്. ഈ ചെടി ഇലച്ചെടിയാണ്. ഈ ഇലച്ചെടി എന്നാണ് പറഞ്ഞത്. ഇത് നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ ഇപ്പം കാണിച്ചു തന്നുള്ളൂ. എൻ്റെ വണ്ടി പണിക്ക് കയറ്റിയേക്കുവാണ്. എൻ്റെ വണ്ടിയുടെ സൈലൻസറിൻ്റെയും ലൈക്ക് എൻജിൻ്റെയും കൂടി ബോഡിയിൽ വരുന്ന ഒരു സ്ക്രൂ ഉണ്ട്. സോ അത് പൊട്ടിയിട്ട് ഇപ്പം അത് വർക്ക്ഷോപ്പിൽ കയറ്റിയേക്കുക. നാളെ ഡിയോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഡിയോ നാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാറ്, ഇത് ആക്ച്വലി എൻ്റെ കാറല്ല, ഞങ്ങളുടെ കാറ് വേറെ എടുത്ത് കിടക്കുക. അപ്പോൾ ഡിയോ നാളെയോ മറ്റന്നാളോ ഞങ്ങളെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കളക്ട് ചെയ്യണം. നാളെ ചെന്നോ അല്ലെങ്കിൽ മറ്റന്നാൾ ചെന്ന്. എൻ്റെ അമ്മച്ചി ഹായ് ഓർത്തത്. ഹായ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാണിച്ചു തരാനുള്ള വണ്ടി. അന്നേരം അത് പണിക്ക് കയറ്റിയേക്കാം. ഇത് അമ്മ വീട്ടിലെ വണ്ടിയാണ്. സൂപ്പർ വണ്ടി കേട്ടോ. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വണ്ടി കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഐ റിയലി ലൈക്ക് ദിസ് കാർ. ഒരെണ്ണം എടുക്കണം വീട്ടിലേക്ക്. ബിക്കോസ് ഞങ്ങളുടെ പഴയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗനറാണ്. അതിനെടുത്തു ഇപ്പൊ വാഗനർ എടുത്തിട്ടോ 7 വർഷം അത് വാഗനർ എടുത്തിട്ട്. അപ്പൊ ഞാൻ അവിടെ അല്ല നിൽക്കുന്നത്, അമ്മച്ചിയാണ് പറഞ്ഞത്. അത് ക്ലീൻ ആയിക്കോളും, അത് ശരിയാവും. അത് അപ്പുറത്ത് ഇത്രയും വളം കിടക്കുന്നോണ്ടേ, വളവും കാര്യങ്ങളൊക്കെ കിടക്കുന്നോണ്ട് അങ്ങനെ വരുന്നേ. ഈ പോച്ച കളിച്ചിരിക്കുന്നതിനാണ് അമ്മച്ചി ഇത്രയും നേരം പറഞ്ഞു തന്നത്. ഇവിടെ കണ്ടില്ലേ പോച്ച കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കട്ടയുടെ അവിടെയൊക്കെ പോച്ചയൊക്കെ വെച്ചു. ഇതൊക്കെ എടുത്ത് കളയാ. ആക്ച്വലി ഇവിടെ ഈ കട്ട ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം 6 വർഷം കണ്ട് ആവുന്നു. 6-7 വർഷം ആവുന്നേ ഉള്ളൂ. എന്താ പറയാ, അത് പുതിയതുപോലെ തന്നെ കിടക്കുന്നത്. അപ്പച്ചനും അമ്മച്ചിയും കൂടിയാണ് ഇവിടെ എല്ലാം നോക്കി നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ ആരും ഇങ്ങോട്ട് വരാറില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഇതാണ് ഞങ്ങളുടെ പഠിപ്പ്. ഇതെല്ലാം പപ്പയുടെ എൻ്റെയൊക്കെ ഡിസൈനിങ് ആണ്. ഡിസൈനിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ. ഈ ടൈൽസ് എടുക്കാൻ പോയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. എൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ ടൈൽസ് എടുക്കാൻ പോയത്. രാത്രിയിൽ അങ്ങോട്ടാ പോയത്. പിന്നെ ഇതെല്ലാം നല്ല വർക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമൊക്കെ ആയിരുന്നു ഇത് കാണാൻ. നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് വീട് കാണിച്ചുതരാം നിങ്ങൾക്ക്. വലിയ വഴിയൊന്നുമില്ല, അങ്ങോട്ടുള്ള വഴിയാണ്. ഒരു കാറിന് കയറി വരാൻ പറ്റും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഏരിയ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. ഇത് വേറെ ആളാണ്, ഇവിടെ ആരുമില്ല. പക്ഷെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. ആരും എന്നിട്ട് ഇതൊന്നും ചോദിക്കരുത്. ഓക്കെ. സോ ഞാൻ അന്നേരം ഒരു 4-5 ഒക്കെ ആകുമ്പോഴത്തേക്കിനെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് വ്ളോഗ് തുടങ്ങണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബോർഡ് അടിച്ചിരിക്കണ്ടായല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയും തൊട്ട് വ്ളോഗൊക്കെ കാണും, ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഞാൻ പണിക്ക് പോകുന്നതും അതും ഇതും എല്ലാം കാണും. ഇവിടെ എന്തായാലും ഞാൻ വെറുതെ ഇരിക്കാൻ നോക്കുന്നില്ല, എന്തായാലും പണി എടുക്കണം, എന്തായാലും നോക്കണം. അപ്പോൾ അഫ്കോഴ്സ് ഞാൻ ജോബിന് കയറിയിട്ടുണ്ട്, ജോബ് ചെയ്യുന്നുമുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ. പക്ഷേ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചി അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ കയ്യിൽ. സോ അതിന് വേണ്ടിയിട്ട് ചെറിയ ജോലി കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നിപ്പം പറയാനുള്ളത്. അപ്പോൾ ഡെയിലി ഇനി നാട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വ്ളോഗ് കാണാം. പിന്നെ ഗൈസ്, ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ ഞാനൊരു സാധനം ഓർഡർ ചെയ്തായിരുന്നു. ആക്ച്വലി എൻ്റെ ലാപ്ടോപ്പ് ഭയങ്കര ഹീറ്റ്, ഗെയിമിങ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭയങ്കര ഹീറ്റാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൂളിംഗ് പാഡ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നോട് അമ്മച്ചിക്ക് ഒരു ഷുഗർ വാങ്ങിക്കണമെന്ന് പറഞ്ഞു, നാരങ്ങയും വാങ്ങിക്കണം. അപ്പോൾ അമൃതയിലും കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരാം. See you guys in 2-3 minutes, okay? ഗൈസ്, ഞാൻ ആക്ച്വലി ഇപ്പോൾ അമ്മ വീട്ടിലാണ്. ഇത് അമ്മ വീടാണ്. സോ
അമ്മ വീട്ടിൽ വരുന്നതിന് മുന്നേ ഞാനൊരു പണി ഒപ്പിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കിളിക്കുഞ്ഞിനെ വാങ്ങി. എടാ അതിനെയും എടുത്തോണ്ടോ എടാ, അതിനെയും എടുത്തോണ്ടോ. അപ്പോൾ ഞാൻ അതിനെ കാണിച്ചു തരാം. ഒരു പൈനാപ്പിൾ കൊണൂറാണ്. സോ ആക്ച്വലി ഞാൻ ഒരു കൊണൂറിനെ നോക്കി നടക്കുമായിരുന്നു, ഒരു നോർമൽ കൊണൂറിനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ നോർമൽ കൊണൂറിന് എങ്ങനെ പോയാലും 5000 രൂപ എങ്ങാണ്ടാവും. അപ്പോൾ ഫുഡും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കിന് എനിക്ക് എങ്ങനെ പോയാലും 7000 രൂപ 8000 രൂപയാവും കിളിയെ മൊത്തത്തിൽ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു തന്നാൽ പിന്നെ എന്തോ പറന്നു വരുന്നേ, നീ എന്തിനീ കൂട്ടിന്ന് എടുത്തോണ്ടെങ്കിൽ വന്നേ. അപ്പോൾ ഞാൻ നേരം വിചാരിച്ചു ഇതിനെ നോക്കാം. ഇപ്പോൾ പൈനാപ്പിൾ കൊണൂറിനെ ഞാൻ ഒരെണ്ണത്തിനെ എടുത്തു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആള്, ഷുട്ടുമണി. ഇതെൻ്റെ അനിയനാണ് കേട്ടോ, ആൻഡ് മൈ കസിൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഷുട്ടുമണി, ഞങ്ങളുടെ ഷുട്ടുമണി. പുതിയ ആളാ. ബാ 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 ഇറങ്ങും, ബാ ബാ ബാ. കണ്ടോ, കയ്യിലെല്ലാം കയറി ഇരിക്കാൻ തുടങ്ങി. എടാ പിടിച്ചോണേ. കണ്ടോ ചാടുന്ന കണ്ടോ. അപ്പിട്ടു. ഇതാണ് ആള്, ഇതാണ് പുതിയ നമ്മുടെ സൺകൊണ്ണൂറ് പോട്ടെ, പൈനാപ്പിൾ കൊണ്ണൂറ്. അപ്പോൾ ഞങ്ങൾ പേരിട്ടു. നിങ്ങളുടെ പേരെന്തോ? ഷുട്ടുമണി. അവൻ്റെ കയ്യിൽ അപ്പിട്ടു വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് എല്ലാം ഇളക്കി പറിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ മേഡമ്മ കണ്ടപ്പോഴേ പൊക്കിക്കൊണ്ട് പോയി. ഇനിയിപ്പോൾ കിട്ടുമെന്ന് തന്നെ എനിക്കതിനെ അറിയത്തില്ല. ഇതിപ്പോൾ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ, എനിക്ക് വളർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലത്തെ അവസ്ഥയല്ലേ ഇല്ലടാ, അവർ കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ നാളെ ഇനി തൊട്ട് ഇങ്ങനെ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ ഇവിടുത്തെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ എന്നാലും അമ്മ വീട്ടിൽ വന്നു. നാളെ അല്ലേടാ പോകുന്നത്? നാളെ പോവും ഞങ്ങൾ. നാളെ ഞങ്ങൾ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവും. സോ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 1 മിനിറ്റ്. ഇതാണ് ഞങ്ങളുടെ ആമ്പൽക്കുളം. ആമ്പലല്ല, എന്താ ഇത്, താമരക്കുളം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മീനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇതിങ്ങനെ നിൽക്കുന്നു. അതുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മീനൊക്കെ. എടാ ഇതിനകത്ത് മീനുണ്ടോടാ? മീനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഗോൾഡ് ഫിഷ് അല്ലേ? ഗോൾഡ് ഫിഷ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിനകത്ത് അത് കുഞ്ഞായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നു ഇതിനെ. 2-3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2-3 വാങ്ങിച്ചായിരുന്നു, ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും പൂവും ചെടിയും ഒക്കെയാണ്. സെയിം മൈലപ്പുറ പോലെ തന്നെ ഇവിടെ. ഞാൻ ആക്ച്വലി പത്തനംതിട്ടയാണ് കേട്ടോ. എൻ്റെ വീട് വരുന്നത് പത്തനംതിട്ടയാണ്. അമ്മ വീട് വരുന്നത് പത്തനംതിട്ടയാണ്. എൻ്റെ വീടും വരുന്നത് പത്തനംതിട്ടയാണ്. ഇതാണ് എൻ്റെ അമ്മ വീട്. ഇതിനൊക്കെ വീടും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ കൊടുക്കും. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഷുട്ടുമണിയും ഞങ്ങളും ടാറ്റ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. ടാറ്റ.